സമയത്ത് എനിക്ക് പ്രതികരിക്കാനൊന്നും പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു. ഓക്കെ. ആ. എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സിനിമയായിരുന്നു സ്വപ്നം ശരിക്കും, അല്ലെങ്കിൽ മികച്ച വേഷങ്ങൾ ചെയ്യുക എന്നുള്ള തന്നെയായിരുന്നോ 99 വണ്ടി കയറിയപ്പോഴുള്ള സ്വപ്നം? അങ്ങനെയല്ലോ, ജീവിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഓ, ഓ. പിന്നെ അത് കഴിഞ്ഞ് തുടങ്ങി അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞ് വന്ന് കുഴപ്പമില്ല, നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളതായി. അവർക്കൊരു വീടൊക്കെ വെക്കുമ്പോൾ അത് അവർക്ക് തന്നെ ഉപയോഗിക്കാം, ഇല്ലേ? അങ്ങനെയുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ആർത്തി പിടിച്ച് വരുന്ന കുറേ ആൾക്കാരുണ്ട്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലേ ഞാനത് കാറ് വാങ്ങുള്ളൂ, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം എനിക്കത്. മലർപ്പൊടി സ്വപ്നം കാണുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്. അപ്പം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അതാണ് നമ്മൾ പാരൻസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവർക്ക് മറ്റേ ഈ സ്വർണ്ണമൊക്കെ കൊടുത്ത് നല്ല ഇത് ഉള്ള ഫാമിലിയിൽ മാത്രമേ അവർ കല്യാണം കഴിച്ച് പോവുള്ളൂ എന്ന് തീരുമാനമെടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉപ്പുമുളകും പോലും ഞാൻ ആ സമയം വാങ്ങുന്ന പേയ്മെൻറ്റിനേക്കാൾ കുറവ് പറഞ്ഞുകൊണ്ട് എനിക്കത് കിട്ടിയത്. പിന്നെ ആ സമയത്ത് എനിക്ക് കിട്ടുന്ന പേയ്മെൻറ്റിനേക്കാൾ വളരെ കുറവ് പേയ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ സമയം എന്നെ കാസ്റ്റ് ചെയ്യുന്ന പോലും. അപ്പം അതുകൊണ്ട് പേയ്മെൻറ്റിനേക്കാൾ വലുതാണ് ക്യാരക്ടർ ഞാൻ അന്നേ ചിന്തിച്ചിട്ടുണ്ട്. മോൻ്റെ വീട്ടിൽ നിന്ന് മോൻ കല്യാണം കഴിക്കുമ്പോൾ കിട്ടുന്നത് കൊണ്ട് അവിടെ അത് മേടിക്കണമെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാരായാലല്ലേ നേരത്തെ. അതൊക്കെ മണ്ടന്മാരെ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവൾ വളരെ അല്ലേ, അത് ഭയങ്കര മോശമാണെന്ന് പറയുന്നത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. തൻ്റെ പേരിനോളം തന്നെ ചെയ്ത കഥാപാത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത് ഏതൊരു കലാകാരന്മാർക്കും വലിയ ഭാഗ്യം തന്നെയാണ്. അത്തരത്തിൽ 26 വർഷമായിട്ട് മലയാള മനസ്സുകളിൽ നെഞ്ചിലേറ്റിയ ഒരു താരം. ഒപ്പം വീടിൻ്റെ അകത്തളങ്ങളിലും നമ്മളൊരാളായിട്ട് നമ്മൾ സ്വീകരിച്ചൊരു വ്യക്തിത്വം കൂടിയാണ് നമുക്കൊപ്പം ഉള്ളത്. പ്രിയപ്പെട്ട നിഷ സാർ, നമസ്കാരം. നമസ്കാരം. യെസ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ 26 വർഷങ്ങൾ അല്ലേ, തുടങ്ങി വെക്കുകയാണെങ്കിൽ 99 തൊട്ട് തുടങ്ങിയതാണ്. അതിനിടയ്ക്ക് ഏകദേശം ഒരു 9 വർഷം 10 വർഷത്തോളമായി നിൽക്കുന്നു അല്ലേ. ഉപ്പുമുളകിലൂടെ നീലു എന്നൊരു ക്യാരക്ടറിലൂടെയും വരുന്നു എന്നുള്ള സംഭവം. അപ്പോൾ എപ്പോഴും നമ്മൾ തിരശീലയിൽ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സിനിമയുടെ ഒരു കഥാപാത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ നെഞ്ചിലേറ്റി നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ മിനി സ്ക്രീനിൽ ആ ഭാഗ്യം കിട്ടുന്ന വളരെ അപൂർവം പേർക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അപൂർവ ഭാഗ്യം കിട്ടിയൊരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ ഞാൻ ചോദിച്ചത് തന്നെ തുടങ്ങട്ടെ. എപ്പോഴും സിനിമയായിരുന്നു സ്വപ്നം ശരിക്കും, അല്ലെങ്കിൽ മികച്ച വേഷങ്ങൾ ചെയ്യുക എന്നുള്ള തന്നെയായിരുന്നോ 99 വണ്ടി കയറിയപ്പോഴുള്ള സ്വപ്നം? അങ്ങനെയല്ലോ, ജീവിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞ് വന്ന് കുഴപ്പമില്ല, നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളതായി. ഉണ്ട്. ഈ കലാകാരന്മാരുടെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കലയോടുള്ള സ്നേഹം, ഈ പാഷനെ പ്രൊഫഷനാക്കണം എന്നുള്ള ചിന്തയൊക്കെ നമുക്കുണ്ടാവും. അതിനപ്പുറത്തേക്ക് എപ്പോഴും നിശ്ചയിച്ചിട്ട് വാക്കുകൾ കേൾക്കുമ്പോൾ ഇതിലപ്പുറത്തേക്ക് സർവൈവ് ചെയ്യേണ്ടതുണ്ട്, ജീവിക്കേണ്ടതുണ്ട്, എന്നെക്കാൾ അപ്പുറത്തേക്ക് എൻ്റെ മക്കളെ കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യം കുറേ കൂടി മുമ്പിൽ നിൽക്കാറുണ്ട്. അപ്പോൾ ശരിക്കും കലയെ കുറേ കൂടി ആശ്രയിച്ചത് അതുകൊണ്ട് തന്നെയാണോ, ജീവിക്കുക എന്നുള്ളത് തന്നെയാണോ, അതോ? ഇല്ലില്ല, യാദൃശ്യമായിട്ട് വന്നതാണല്ലോ. അപ്പോൾ നമുക്കൊരു തൊഴിൽ എന്നുള്ളതിനാണ് ആദ്യം ഞാൻ ഇമ്പോർട്ടൻസ് ആദ്യം കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊന്ന് പിടിച്ച് കയറി വന്നപ്പോഴത്തേക്കും മനസ്സിലായി നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. കാരണം എന്നാലേ നമ്മൾ പേയ്മെന്റ് കുറച്ചും കൂടെ കൂടി വരുള്ളൂ, ഇല്ലേ? അപ്പോൾ അത് തന്നെയായിരുന്നു. എല്ലാം കണക്റ്റഡ് ആണല്ലോ. ഇപ്പൊ ഇത്രയും ആർട്ടിസ്റ്റുകൾ എല്ലാവരും അഭിനയിക്കുന്ന ആൾക്ക് കാശ് കിട്ടാതെ ആരും അഭിനയിക്കില്ലല്ലോ. എന്തായാലും അതിൻ്റെ ഓരോ ഘട്ടത്തിൽ വരുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പം നമുക്ക് നല്ല വേഷങ്ങൾ കിട്ടേണ്ടതുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഓരോ വർഷം കഴിയും തോറാണെങ്കിലും നമ്മുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റെമ്യൂണറേഷൻ കൃത്യമായിട്ട് കൂടേണ്ടതുണ്ട്. ആൾക്കാർ പഠിക്കട്ടെ. പക്ഷെ പലപ്പോഴും എന്തിനെ കുറേ കൂടി പ്രാധാന്യം കൊടുത്തിട്ടുള്ള എൻ്റെ കൃത്യമായിട്ടുള്ള കാലയളവിൽ എൻ്റെ പ്രതിഫലം കൂടേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ കുറേ കൂടി മികച്ച വേഷങ്ങൾ തേടി വരേണ്ടതുണ്ട്. ഏതിനെ കുറച്ചുകൂടി നിശ്ചയിച്ച് പ്രാധാന്യം കൊടുത്തുള്ളത് ഏതിനാ? അല്ല, എനിക്ക് ക്യാരക്ടർ തന്നെയാണ് എനിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. പേയ്മെന്റ് കിട്ടണം, നമുക്ക് ഇപ്പോൾ ജീവിക്കാനുള്ള എന്തായാലും കിട്ടണം, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താണ് ക്യാരക്ടറിനേക്കാൾ വലുതാണ് പേയ്മെന്റ് എന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടുമില്ല, പറയുകയില്ല. പേയ്മെന്റ് കിട്ടണം, നമുക്ക് അഭിനയിച്ചതിനോ എന്തായാലും ഒരു ദിവസം നമുക്ക് ജീവിക്കാനുള്ള കാശ് കിട്ടണമല്ലോ, അതെന്തായാലും ഉറപ്പാണ്. പക്ഷെ അങ്ങനെ വന്നതിൽ മികച്ച വേഷമായിരുന്നു, വലിയ വേഷമാണ്, അഭിനയത്തിനുള്ള പ്രാധാന്യമുള്ള വേഷമാണ്. പക്ഷെ വേണ്ടത്ര പ്രതിഫലം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഉപേക്ഷിച്ച വേഷങ്ങളോ സിനിമകളോ ഉണ്ടോ, സീരിയലുകളോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പം ഞാൻ ഈ ഉപ്പുമുളകും പോലും ഞാൻ ആ സമയം വാങ്ങുന്ന പേയ്മെന്റിനേക്കാൾ കുറവ് പറഞ്ഞുകൊണ്ട് എനിക്കത് കിട്ടിയത്. ആണോ? പിന്നെ ആ സമയത്ത് എനിക്ക് കിട്ടുന്ന പേയ്മെന്റിനേക്കാൾ വളരെ കുറവ് പേയ്മെന്റ് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ സമയം എന്നെ കാസ്റ്റ് ചെയ്യുന്ന പോലും. അപ്പം അതുകൊണ്ട് പേയ്മെന്റിനേക്കാൾ വലുതാണ് ക്യാരക്ടർ എന്ന് ഞാൻ അന്നേ ചിന്തിച്ചിട്ടുണ്ട്. ഈ മധുരകണക്കിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം വന്ന് ഇത് ഞാൻ കട്ടുതരാം എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. എവിടെ നിന്ന് പറയണം, അല്ലെങ്കിൽ ഗോൾഡായിട്ട് ഇട്ടുതരാം. അപ്പോൾ മാഷ് പറയുന്നൊരു കാര്യമുണ്ട്, അത് വേറെ എവിടെ നിന്നും വേണ്ട, എൻ്റെ മകളുടെ വീട്ടിൽ നിന്ന് തന്നെ
ചെയ്താൽ മതി, അതല്ലെങ്കിൽ ഞാൻ കൊടുത്ത സ്വർണ്ണമാണ്, പക്ഷെ ഞാനത് അന്ന് കൊടുത്തത് 4 ആളെ കാണിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ്, അപ്പോൾ എനിക്ക് തിരിച്ചെടുക്കാൻ അവകാശം എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പോൾ പലപ്പോഴും ഇവിടെ കാണിക്കുന്ന സ്ത്രീധനങ്ങളുടെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും മറ്റ് പല കാരണങ്ങളാണെങ്കിൽ പോലും ബോധ്യപ്പെടുത്താൻ വേണ്ടി 4 ആളുടെ മുമ്പിൽ ഷോയ്ക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉണ്ട്, മകൾക്ക് വേണ്ടിയല്ലേ എന്ന് പറയുമ്പോഴും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് അനിവാര്യമാണോ വിവാഹങ്ങളിൽ ശരിക്കും ഇത്തരം കാട്ടിക്കൂട്ടൽ സ്ത്രീകൾ? അനിവാര്യമല്ല, ഒരിക്കലും അനിവാര്യമല്ല. കാരണം വെച്ചാൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കൊടുത്താൽ മതിയെന്നേ. അവിടെ ആരും നമ്മൾ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കല്യാണം നടത്താണ്ടിരുന്നാൽ പോരെ. പക്ഷേ ഈ നല്ലപോലെ സ്ത്രീധനം കൊടുത്ത് വിട്ടില്ലെങ്കിൽ ചെന്ന് കയറുന്ന വീട്ടിലെ സ്വസ്ഥത കൊടുക്കില്ല, അല്ലെങ്കിൽ അവിടെ വില കിട്ടില്ല എന്ന് പറയുന്ന ചിന്താഗതിയുള്ളവർ ഇപ്പോഴും സ്റ്റിൽ ഉണ്ട്. ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ മോളോട് PG കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം അവൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ജോലി ചെയ്ത് ജീവിക്കാം. ഓക്കെ, ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാരൻസ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അവർക്കൊരു സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടാണ്. പക്ഷേ ഇത് ജോലി ചെയ്യണോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതും അത് ചെയ്യുന്നതും ആ കുട്ടി മാത്രമാണ്. പക്ഷെ അത് അവർ സ്വയം ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. അപ്പം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അതാണ് നമ്മൾ പാരൻസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവർക്ക് മറ്റേ ഈ സ്വർണ്ണമൊക്കെ കൊടുത്ത് നല്ല ഇത് ഉള്ള ഫാമിലിയിൽ മാത്രമേ അവർ കല്യാണം കഴിച്ച് പോവുള്ളൂ എന്ന് തീരുമാനമെടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലേ, അങ്ങനെ ചോദിച്ചു പറഞ്ഞെടുത്ത് കല്യാണം കഴിപ്പിക്കാണ്ടിരുന്നാൽ പോരെ. സ്വർണം കൊടുത്ത് ഒരാളെ കെട്ടിച്ചോണ്ടെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ ചിന്തിക്കാവുന്ന ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മക്കൾക്കുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നുണ്ട് ഇല്ലേ. അത് നമ്മളെ ആഗ്രഹമാണ്. എൻ്റെ മക്കൾ നല്ല വീട്ടിൽ കിടന്ന് ഉറങ്ങണം, എൻ്റെ മക്കൾ നല്ല വണ്ടിയിൽ യാത്ര ചെയ്യണം, ഇതൊക്കെ നമ്മളെ ആഗ്രഹമാണ്. സ്വർണ്ണമല്ല ആഗ്രഹം, നല്ല വീട്ടിൽ കിടന്നുറങ്ങണം, നല്ല വണ്ടിയിൽ യാത്ര ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന നമ്മളൊരു കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളാണ് ഇല്ലേ. അതിനപ്പുറം ഈ ഗോൾഡ് കൊടുത്ത് വിടുക എന്നുള്ളതിന് അത്ര വലിയ. പിന്നെ ഞാൻ ആദ്യം മോളുടെ കല്യാണം നടത്താൻ പോയ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് ഗോൾഡേ ഉള്ളൂ. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അമ്മ എനിക്ക് എത്ര ഗോൾഡ് തരുമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ആകെ ഇത്രേ ഉള്ളൂ ചിഞ്ചു, അത്രേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആണോ? അത്രേ ഉള്ളൂ. അത് എന്നത് അമ്മ സ്ത്രീധനമായിട്ടെന്നല്ല, എനിക്ക് എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവരൊന്നും ചോദിച്ചില്ല, നമ്മളൊന്നും കൊടുത്തതുമില്ല. അങ്ങനെ സ്ത്രീധനമായിട്ടൊന്നും അങ്ങനെ അവരൊന്നും എന്ന് വെച്ചാൽ അറേഞ്ച്ഡ് മാരേജ് അല്ലായിരുന്നു, ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ഗോൾഡ് അപ്പോൾ അത്രയും അമ്മയ്ക്ക് തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അത് ഞാൻ കുറേശ്ശെ പട്ടിണി കിടന്ന് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അത് നിനക്ക് നീ ഉപയോഗിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. അങ്ങനെ പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നിനക്കായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്, അത് മറ്റൊരാൾക്കുള്ളതല്ല ഒരിക്കലും. അതിപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് എന്ത് കൊടുത്താലും അത് എൻ്റെ മക്കൾക്കുള്ളതാണ്, അത് വേറെ ആർക്കും ഉപയോഗിക്കാനുള്ളതല്ലല്ലോ. പക്ഷെ പലപ്പോഴും ഉണ്ടാവാറുള്ള സംഭവം ഈ സ്ത്രീധനത്തിൻ്റെ പേരിലാണ് പല വഴക്കുകളും ഉണ്ടാവുന്നത്. എന്നിട്ട് ഈ മക്കൾ കെട്ടിച്ചെടുത്ത അതേ പേരൻസ് തന്നെ പറയാറുണ്ട്. ഇപ്പോൾ ഭർതൃഗൃഹത്തിലെ പീഡനത്തിനെ കുറിച്ചാണെങ്കിലും അവർ സംസാരിക്കുന്ന വാക്കുകളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഇതിലെവിടെയൊക്കെയോ ഈ പെൺമക്കളുടെ പാരൻസും ഇതിനൊരു കാരണക്കാരല്ലേ പലപ്പോഴും ഈ സ്ത്രീധനം കൊടുത്തുന്ന വിഷയത്തിൽ? എന്ത് തോന്നുന്നു? നമ്മൾ ഇപ്പം നമ്മളെ കുട്ടികൾക്ക് അവരുടെ മോന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നത് അവരുടെ സന്തോഷത്തിനല്ലേ അല്ലേ, അവൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. അവരുടെ മോന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ പാരൻസിനും. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന എമൗണ്ട് അവരുടെ പേരിൽ FD ഇടുകയോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കൊടുക്കുന്നത് തെറ്റല്ലേ? ഏത് സ്ത്രീധനം കൊടുക്കുന്നതല്ലേ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നത് ഇപ്പോൾ ആ ഗോൾഡായിട്ട് മറ്റുള്ളവർ ബോധ്യപ്പെടുത്താനല്ലാതെ അവരുടെ പേരിൽ ഒരു എമൗണ്ട് ആയിട്ട് അങ്ങനെ ഇടുന്ന അത് മതി. പക്ഷെ ഈ പെൺകുട്ടികൾക്ക് ഒരു ആഗ്രഹം ഉണ്ടല്ലോ ആ സമയത്ത് സ്വർണ്ണമൊക്കെ ഇട്ട് നിൽക്കണമെന്ന്. അതൊരു ആചാരമായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആചാരങ്ങളാണ് പ്രശ്നം. ഇപ്പോഴൊക്കെ കുറെ മാറ്റങ്ങൾ വരേണ്ടതെന്ന് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് ഇതൊക്കെ പ്രശ്നമാണ്. ഞാൻ പറയാം, അതൊരു ആചാരമായത് കൊണ്ടായിരിക്കാം എല്ലാവരും കുറെ ഗോൾഡൊക്കെ ഇട്ടെന്ന്. ആ ദിവസം കുറച്ച് ഗോൾഡ് മേടിച്ചിട്ടാലും അത് ഗോൾഡാണെന്ന് തന്നെ തെറ്റിദ്ധരിക്കും. ഉണ്ട് ഇപ്പൊ കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഗോൾഡ് ആ ദിവസം ഇട്ടിട്ട് ആ ഗോൾഡ് കൊണ്ട് അവര് FD ഒക്കെ ചെയ്യും. അത് നല്ല കാര്യമല്ലേ? ചെയ്യും. ഇതിനപ്പുറത്തൊരു മറുവശം കൂടിയുണ്ട്. എപ്പോഴും ഈ പുരുഷന്മാരെന്നുള്ള രീതിയിലേക്ക് ഇവർക്ക് ഇത് ശരിക്കും ആക്ച്വലി ഇവരൊരു ലൈഫ് തുടങ്ങുമ്പോഴേ ഒരാണും പെണ്ണും കല്യാണം കഴിച്ചുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആയി ഇല്ലേ. അവർക്കൊരു വീടൊക്കെ വെക്കുമ്പോൾ അത് അവർക്ക് തന്നെ ഉപയോഗിക്കാം ഇല്ലേ. അങ്ങനെയുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ആർത്തി പിടിച്ച് വരുന്ന കുറെ ആൾക്കാരുണ്ട്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലേ ഞാൻ അത് കാറ് വാങ്ങുള്ളൂ, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം എനിക്കത്. മലർപ്പൊടി സ്വപ്നം കാണുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട്. അതായത് ആ വരണ വരവ് കണ്ടിട്ട് ഇവിടെ കാൽക്കുലേഷൻസ് നടക്കുന്നുണ്ട്. നാണം ഇല്ലേ അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരു നാണക്കേടല്ലേ. ഏതോ വീട്ടിലൊരു ഭാര്യയും ഭർത്താവും കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, അതിനെ ആഗ്രഹിക്കുന്നത് പോലും തെറ്റല്ലേ?
അതെ. അത് ഭയങ്കര ഭയങ്കര നാണം കെട്ട ആൾക്കാരെ അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഡയറക്റ്റ് ചോദിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് എൻ്റെ മോൾക്ക് കൊടുത്തുള്ള ഇത്ര പവനാണ് അല്ലെങ്കിൽ ഇത്ര ഫണ്ടാണ്, അപ്പോൾ തിരിച്ച് അതായത് ഈ ഫണ്ട് ഇവിടുന്ന് വരും അല്ലെങ്കിൽ ഇത്ര സ്വർണ്ണം ഇവിടുന്ന് വരും എന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് ഇൻഡയറക്റ്റ് വേ കൊടുക്കാറുണ്ട് എന്തിനാ അങ്ങനെ അല്ലേ? ചിന്തിക്കണേ? നിങ്ങൾ അവരോട് പറഞ്ഞോ കൊടുക്കാൻ? മോൾക്ക് കൊടുക്കാൻ ഇവരാരും പറഞ്ഞു തന്നിട്ടില്ല, അവരെന്നെ സ്വയം കൊടുത്തതല്ലേ. ഈ പലപ്പോഴും ഈ ചിന്തകൾ അപ്പുറത്തുമില്ലേ, ഇപ്പോൾ ചിലപ്പോൾ ഒരു വിവാഹത്തിൻ്റെ സമയത്ത് വിവാഹ കമ്പോളത്തിൽ ഈ പുരുഷന്മാരുടെ തൊഴിൽ അല്ലെങ്കിൽ അവരുടെ മേഖല ഇതാണ് ചെയ്തത്. പണ്ടുണ്ടായിരുന്നു സിനിമയിൽ വരെ തമാശ രൂപേണ പറയുന്ന കാര്യമുണ്ട്, ഗവൺമെൻറ് ജോലിയില്ലേ ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും അപ്പുറത്തുമില്ലേ പ്രശ്നങ്ങൾ? ശരിക്കും ഈ ചിന്തകൾ ഒരു കല്യാണത്തിൽ എന്ത് തോന്നുന്നത്? രണ്ടുപേർക്കും ജോലി വേണം. രണ്ടുപേരും ഇപ്പം എന്നെ പുരുഷൻ നോക്കുമെന്നുള്ള വിധത്തിലായിരിക്കരുന്നു പെൺകുട്ടി കല്യാണം കഴിക്കേണ്ടത്. അവൾ ജോലി ചെയ്ത് അവളുടെ കാര്യങ്ങൾ നോക്കും അവള്. രണ്ടുപേർക്കും ഒരു തുണയാണ് ആവശ്യം അവിടെ. രണ്ടുപേരും ഒന്നിച്ച് ഒരു കുടുംബം ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടി അവർക്ക് വീട് വയ്ക്കുമ്പോഴോ സ്ഥലം മേടിക്കുമ്പോഴൊക്കെ എടുക്കാം, അത്രേ ഉള്ളൂ അത് അല്ലേ. പിന്നെ അവർക്കുള്ളത് അടിസ്ഥാന കാര്യങ്ങൾ അവർ തന്നെ ജോലി ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനാണല്ലോ പാരൻസ് അറിവും വിദ്യാഭ്യാസവും എല്ലാം കൊടുത്തു വിടുന്നത്. അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മോൻ്റെ വീട്ടിൽ നിന്ന് മോൻ കല്യാണം കഴിക്കുമ്പോൾ കിട്ടുന്നത് കൊണ്ട് അവിടെ അത് മേടിക്കണം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാരായാലല്ലേ നേരത്തെ പറഞ്ഞു. അതൊക്കെ മണ്ടന്മാരെ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന വളരെ അല്ലേ, അതൊക്കെ ഭയങ്കര മോശമാണെന്ന് പറയുന്നത്. ഈ പലപ്പോഴും നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കില്ല അല്ലേ, പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കൂടുതൽ പ്രശ്നമായി. അപ്പോൾ ഈ പലപ്പോഴും കമന്റ്സ് കണ്ട് പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ കമന്റ്സിൽ മാത്രമല്ല, ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് സംഭവം പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആർട്ടിസ്റ്റായിട്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ പ്രതികരിച്ചവരായിരിക്കും പ്രശ്നം എന്നുള്ള ചിന്തയിലോട്ട് പോകാറുണ്ട്. ഉണ്ടാവാറുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആക്ഷൻ, ആ ആക്ഷന് റിയാക്ഷൻ കൊടുക്കുമ്പോഴായിരിക്കും പ്രശ്നം ഉണ്ടാവുന്നുള്ളത്, ശബ്ദം ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ശബ്ദം ഉണ്ടായത് ആദ്യത്തെ കൈ വന്നുകൊണ്ടാന്ന് ചിന്തിക്കില്ല, രണ്ടാമത്തെ കൈ കൂടി ചേർന്ന് വന്നാൽ രണ്ടാമത് വന്ന ആൾക്കാണ് കൂടുതൽ പ്രശ്നം കേൾക്കുന്ന അവസ്ഥ. ഒരാൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അത് പ്രതികരിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് അല്ലേ. അതെ, അപ്പോൾ നമ്മൾ പ്രതികരിക്കാണ്ടിരിക്കുന്നതല്ലേ നല്ലത്. പക്ഷെ അങ്ങനെ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്ത അല്ലെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ട് പോയിരുന്ന ഒരാൾ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഒരു വിഷയത്തെ സമയത്ത് പ്രതികരിക്കണം തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഞാനാണോ? അത് എന്തെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. ഈ പറഞ്ഞ പ്രശ്നം കയ്യിൽ നിൽക്കാത്ത വല്ലാത്തൊരു രൂക്ഷമായ പ്രശ്നം വന്നപ്പോൾ ഏതെങ്കിലും പോയിന്റ് ചിന്തിച്ചോ വേണ്ടിയിരുന്നില്ല എന്നുള്ളത്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രതികരിക്കേണ്ടത് തന്നെയായിരുന്നു എന്നുള്ളത്. എപ്പോഴും പ്രതികരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ. അതിപ്പോൾ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെയല്ലേ. അതെ, ഇപ്പോൾ ഇൻഡസ്ട്രി പക്ഷേ തോന്നുന്നുണ്ടോ അങ്ങനെ സഹപ്രവർത്തകർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പല കാര്യങ്ങൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ ഉള്ളിൽ ഒതുക്കി നടക്കുന്നവരാണ് കൂടുതൽ? എന്താ തോന്നണേ, അങ്ങനെയുള്ളവരാണോ കൂടുതൽ? ഉള്ളിൽ ഒതുക്കാറുണ്ട്. നമ്മളിപ്പോൾ പല കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കില്ലേ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ ഒതുക്കാറുണ്ട്. പക്ഷെ ഉള്ളിൽ ഒതുക്കാൻ പറ്റാത്ത കാര്യം ഉള്ളിൽ ഒതുക്കരുത് ഒരിക്കലും. ചില കാര്യങ്ങൾ നമ്മൾ അപ്പം പ്രതികരിക്കേണ്ടതായിരിക്കുള്ളൂ, പിന്നെ പ്രതികരിക്കാൻ പറ്റില്ല അതിന്, പിന്നെ നമ്മളെ കൈവിട്ടു പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും കുറിച്ച് ആണ് ഇപ്പോൾ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ സംസാരിച്ച് നമുക്ക് ആര് എതിരെയാണോ നമ്മൾ സംസാരിക്കുന്നത് ആളിൽ നിന്ന് മാത്രമല്ല ചിലപ്പോൾ ശത്രുത ഉണ്ടാവുക. ആളോട് ഇഷ്ടം തോന്നുന്ന ആൾക്കൊപ്പം നിൽക്കുന്നവരൊക്കെ നമ്മൾ ശത്രുക്കളായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും ഇൻഡസ്ട്രിയിൽ? അതിനെ നമ്മളെ ബാധിക്കുന്നവരല്ലല്ലോ, അല്ല നമ്മളെ വിഷയമല്ല നമ്മളെ വിഷയം. അതെ, പക്ഷേ ഏതെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ട് പിന്നീട് അത് ഇതൊരു ഉള്ളിൽ വെച്ചിട്ട് പെരുമാറുന്ന പോലെയോ നമ്മുടെ വർക്കുകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന പോലെയോ അങ്ങനെ രീതിയിലേക്ക് എഫക്റ്റ് ചെയ്യുമോ? നമ്മൾ ഇപ്പോൾ അങ്ങനെ എനിക്ക് അനുഭവമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കണം, ഞാൻ അങ്ങനെ ഇത് ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണത്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ എൻ്റെതായ ലോകത്താണ് എപ്പോഴും. വേറൊരാൾ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ വേറെ ആൾ അങ്ങനെ ചെയ്യുമോ, ഒരാൾ ഇങ്ങനെ ചെയ്യുമോ, അങ്ങനെ ഒന്നും ചിന്തിക്കില്ല. ഞാൻ ജോലി ചെയ്താൽ ജീവിക്കാം, അതെന്ത് ജോലി അവരെ ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. ഇത് പക്ഷെ ഭയങ്കര ഈസിയാണ്. അതായത് പറയുമ്പോൾ ഇവിടെ വന്ന് ചെയ്യുന്ന വേഷം ഭയങ്കര എല്ലാവരെയും ത്രസിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിനപ്പുറത്തേക്ക് റിയൽ ലൈഫിലാണെങ്കിൽ ഭയങ്കര മാനസികമായിട്ടൊരു വിഷമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സെറ്റിൽ വന്ന സമയത്ത് ഇതിനെങ്ങനെ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് മറികടക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കുള്ള വിഷമങ്ങൾ മാറ്റി ഒരു കഥാപാത്രമാവുന്ന സമയത്ത് ഇതൊന്നും നമ്മുടെ ഫേസിലോ നമ്മുടെ ബോഡി ലാംഗ്വേജിലോ വരാതെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. എന്നാൽ പോലും ഇത് ബുദ്ധിമുട്ടല്ലേ ശരിക്കും അങ്ങനെ മറികടക്കാൻ? ആ സമയത്ത് ചിന്തിക്കണില്ല സത്യം പറഞ്ഞാൽ. ആ സമയത്ത് ഇപ്പം നമ്മളൊരു ക്യാരക്ടർ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അങ്ങ് പോകും. അന്നേരം ഇതൊന്നും ചിന്തിക്കണേ ഇല്ല. ചിന്തിച്ചാൽ നമുക്കത് ചെയ്യാനും പറ്റില്ലായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. ഇപ്പം നമ്മുടെ മൈൻഡിൽ ഇപ്പോൾ അറിയാതെ പോലും നമ്മുടെ ചിന്തയിൽ കയറി വന്നാക്കുമല്ലോ. ഇപ്പം ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഭയങ്കര കൂളായിട്ട് ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കാം നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലിയാണെങ്കിൽ ഒരിക്കലും പോലും നമ്മളതൊന്നും ചിന്തിക്കുകയും കൂടി ഇല്ല.
ഇപ്പോൾ വരും ജനറേഷൻ സാധനങ്ങൾ, ഇപ്പോൾ ജെൻസി ആണെങ്കിൽ ജെനാൽഫ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ അവരെ നേരത്തെ പറഞ്ഞു ഇപ്പത്തെ കുറിച്ചാണ് ചിന്ത, നാളത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് നാളത്തെ പറയുന്നത്. കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഈ നാളത്തെ കുറിച്ച് ചിന്തിക്കുന്നത് നാളെ വേറെ ആൾക്കാർ ഉപയോഗിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കരുത്. നാളെ നമുക്ക് ഈ ആരോഗ്യം ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ പോരെ, നമ്മളെ കയ്യിലൊന്നും ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? ഈ നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ നിമിഷങ്ങൾ മതി ഇല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് അത് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടും കൂടിയാണ് നാളത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്നത്. അതെ, ഈ സോഷ്യൽ മീഡിയയുടെ വരവ് ശരിക്കും എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ദോഷം ചെയ്തിട്ടുണ്ടോ? ഗുണവും ദോഷവും ഒക്കെ ഉണ്ട് അല്ലേ? ചില നല്ല കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്, ചില നല്ല കാര്യങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റുന്നുണ്ട്, ചില മോശം കാര്യങ്ങളും പ്രതികരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് ഒരുപാട് ദോഷങ്ങളും ഉണ്ട്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയിച്ചിക്ക് കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഏതാ, ദോഷമാണോ ഗുണങ്ങളാണോ? രണ്ടും ഉണ്ടായിട്ടുണ്ട്. ഗുണവും ഉണ്ടായിട്ടുണ്ട്, ദോഷവും ഉണ്ടായിട്ടുണ്ട്. ചെറിയ ആർക്കും അറിയാൻ മേലാത്ത കാര്യങ്ങളായിരിക്കും നമുക്കറിയാവുന്നത് നമ്മളെ വിഷയങ്ങളിൽ. അത് നമ്മൾക്ക് മാത്രം അറിയുന്ന കാര്യമായിരിക്കും അവർ വേറെ വിധത്തിൽ കൊട്ടിഘോഷിക്കുന്നത്. കുറച്ച് മറ്റൊരാളുടെ ചെവിയിലെത്തുമ്പോൾ കുറച്ചുകൂടി മസാല ഒക്കെ വേറെ ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ ആലോചിക്കുക, ഇത് വേറൊരാളുടെ ലൈഫാണ്, സ്വന്തം ലൈഫിൽ വരുമ്പോഴേ എല്ലാവരും അത് പഠിക്കുള്ളൂ. അതെ, ഈ നവമാധ്യമങ്ങളിൽ വരുന്ന സമയത്ത് കുറേ കൂടി മുഖമില്ലാതെ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം കൂടിയുണ്ട് അല്ല? ഇപ്പോൾ ഫേക്ക് പ്രൊഫൈൽസ് ആയിരിക്കാം, പക്ഷെ നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് എന്തും പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളോട് ശത്രുതയുള്ള ഒരാൾ നമ്മളൊരു ഇന്റർവ്യൂ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശത്രുത അവർ കമന്റ്സ് ആയിട്ട് കൊണ്ടുവന്നിടും. അങ്ങനെ ഒരുപാട് ആൾക്കാർ അതെ, ഒരു ഇട്ട് കഴിഞ്ഞാൽ തൈ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കി അല്ലേ, ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി മുളപ്പിച്ചത് വേറെ കഥയാക്കിയിട്ട് അവർക്ക് മുഖത്ത് നോക്കി പറയാൻ ധൈര്യം ഇല്ലാത്തതാണ് അവർ കമന്റ്സിലൂടെ ഇടണത്. ഇത് ദേഷ്യം കൊണ്ട് മാത്രമാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ചില ഫ്രസ്ട്രേഷനാണത്, ദേഷ്യമല്ല. എന്താണ് ഇപ്പോൾ ഒരാള് ബേസിക്കലി ഒരാള് അയാളുടെ കഴിവ് കൊണ്ട് അയാൾ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രം ദൈവം കൊടുത്ത ഗിഫ്റ്റാണ്. അയാൾ ജോലി ചെയ്തതിന് ദൈവം കൊടുത്തൊരു ഗിഫ്റ്റാണ്. അത് കണ്ടിട്ട് അസൂയ കണ്ടിട്ട് ഒരു കാര്യമില്ല. അത് അയാൾ ചെയ്യുന്ന പാപം തന്നെയാണ്. മറ്റൊരാൾ ചെയ്യണത് ഇയാളെ ദ്രോഹിക്കുക, ഇയാൾക്കെതിരെ എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക, അത് അയാളെ ചെയ്യുന്ന പാപമാണ്, ചെയ്യണം അല്ലേ? നിങ്ങൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയത് നിങ്ങളുടെ അധ്വാനം മാത്രമാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. അതിന് മറ്റൊരാൾ അസൂയപ്പെട്ടിട്ട് അപ്പൊ ആ മറ്റൊരാൾ ചെയ്യുന്നത് അയാൾക്ക് കിട്ടുന്ന ആള് ചെയ്യുന്ന ഏറ്റവും വലിയ ശാപമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊരാളുടെ സമ്പത്തിനെ ആഗ്രഹിക്കുന്നതിന് തുല്യമാണത്. എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അവനുണ്ടാക്കി അല്ലെങ്കിൽ അവളുണ്ടാക്കി. നമ്മുടെ വീട്ടിലേക്കാരെങ്കിലും കുഴപ്പമില്ല, അപ്പുറത്തെ വീട്ടിലുണ്ടാവാതിരുന്നാൽ മതി. അത് തന്നെ. അപ്പൊ അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് കമന്റ്സ് തരുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഇപ്പോൾ വിനായകൻ ഡീക്കിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ തന്നെ ജീവിക്കുന്ന കമ്മിറ്റി പാഠം ചെയ്യുമ്പോൾ എനിക്ക് ബന്ധപ്പെട്ട ക്യാരക്ടറാണ്. ദുൽഖർ വന്ന് ചെയ്യുന്നത് വേറൊരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യം നിന്ന് വ്യത്യസ്തമായിരിക്കും നമ്മൾ ചെയ്യുന്ന വേഷങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മളിത് ശാരീരികമായിട്ട് നമ്മൾ മാനസികമായിട്ട് കൂടെ തയ്യാറെടുക്കേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ബേസിക് എന്താണെന്നറിയാമോ, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോഴേ നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുമോ? എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് ആ കഥാപാത്രം ചെയ്യുമ്പോൾ അതിലേക്ക് മൊത്തത്തിൽ ഇറങ്ങിപ്പോയി ചെയ്യാനും തന്നെയാണ് ആഗ്രഹവും. അങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാവണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ അത് അങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുക. ആ സമയത്ത് ഞാൻ എൻ്റെ വേറെ പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് ഒന്നും അതും കടന്നു പോകും. അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് പ്രശ്നം വന്നാലും അതും കടന്നു പോകും. അത് താൽക്കാലികമാണ്. പിന്നെ നമ്മൾ എന്തിനാണ് എല്ലാത്തിനെയും കുറിച്ച് എടുത്ത് തലയിലെടുത്ത് വെക്കണം? ഒന്നാമത്തെ കാര്യം, 100% എടുത്ത് തലയിൽ വെക്കണ സ്വഭാവമൊന്നും എനിക്കില്ല, പണ്ടേ ഇല്ല. അതാണ് ഗുണം ചെയ്തിട്ടുള്ളത്. പക്ഷെ എല്ലാവർക്കും അത് പറ്റുന്നില്ല എന്നുള്ളതാണ്. പണ്ടും ഇപ്പൊ 2 പെൺകുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് ലൈഫ് തുടങ്ങിയപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നത്, എനിക്കൊരു ടെൻഷൻ ഇല്ല, നീ എപ്പോഴും ചിരിച്ച് കളിച്ച് കിടക്കണ്ടല്ലോ, കൂളായിട്ടാണ്. ഞാനെന്തിനാ ടെൻഷൻ അടിക്കണേ? വരും, സംഭവിക്കാനുള്ളത് എപ്പോഴും സംഭവിക്കും. അത് കൊച്ചിലോട്ട് ശീലമാക്കിയതുകൊണ്ടാണോ ശരിക്കും ഇനി എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാൻ കൂളാണ്, ഞാൻ ഇങ്ങനെ എടുക്കൂ എന്നുള്ളത് സ്വായത്തമാക്കിയതുകൊണ്ടാണോ, അതല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചതാണോ? ഏതാ ശരി? കുറേ കൂടെ അല്ല, നമ്മളിപ്പോൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ടെൻഷൻ അടിച്ചാൽ ഒന്നും നടക്കില്ല. ഓക്കെ, നമ്മളിപ്പോൾ ടെൻഷൻ അടിച്ചതെന്ന് വെച്ചാൽ അത് ശരിയാവോ? ഇല്ല. നമ്മൾ ടെൻഷൻ അടിക്കാണ്ടിരുന്നാൽ അത് ശരിയാവോ? എന്തടിച്ചാൽ അത് അതിന്റെ സൊല്യൂഷൻ അല്ല, ശരിയാവില്ല. ഇല്ല. അപ്പൊ നമ്മൾ കൂളായിട്ടിരുന്നാൽ നമ്മളെ മനസ്സും ക്ലീൻ ആവും, നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂളായിട്ട് ചെയ്യാനും പറ്റും. നടക്കണതൊക്കെ അവിടെ നടക്കുമെന്നേ. നമ്മൾ 100% നമ്മൾ സിൻസിയർ ആയിട്ടിരിക്കുക, ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം നമ്മൾ 100% സിൻസിയർ ആണെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലൊരു ടെൻഷൻ വേണ്ട. അതാണ് ഏറ്റവും വലിയ സത്യം.
അതെ. നമ്മളൊരാളെയും ദ്രോഹിക്കാണ്ടിരിക്കുക. മടിയിൽ കനമുണ്ടെങ്കിലേ ബൈക്കുണ്ടോ അല്ലേ? ആ അത് തന്നെ, മടിയിൽ കനമുണ്ടെങ്കിലേ ഭയക്കേണ്ടതുള്ളൂ. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. അപ്പം പിന്നെ അതിലോട്ട് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ല കാര്യമില്ല ഒരു കാര്യത്തിൽ. എന്നുള്ള. പിന്നെ നമുക്ക് വരുന്ന നമ്മൾ ഇപ്പോൾ ഒരു കല്ലെടുത്ത് ഞാനിങ്ങനെ എറിയ, എൻ്റെ ഒരു കല്ലുണ്ട്, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എറിയാണ്, ഉറപ്പായിട്ട് നിങ്ങൾ തടുക്കും. അതെ. കല്ലെറിയുമ്പോൾ നിങ്ങൾ കല്ല് വരുന്നുണ്ട് ഒന്നും പറഞ്ഞ് ഒരിക്കലും ഇരിക്കില്ല. അതെല്ലാം മനുഷ്യരിലും ഉണ്ട്. ഈ വ്യക്തി ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യാത്ത ആളാണ്, ടെൻഷൻ ഇല്ലാത്ത ആളാണ്. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ പ്രൊജക്റ്റുകളെ കുറിച്ചും ഞാൻ ഇനി ചെയ്യേണ്ടതിനെ കുറിച്ചും ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യാറുണ്ടോ? ഓവർ തിങ്ക് ഇല്ല, അവിടെയും ഇല്ല. ആർട്ടിസ്റ്റായിട്ട് കിട്ടും. വേഷങ്ങളിലും അത് വന്നോളും തന്നെയാണ്. എനിക്ക് കിട്ടാനുള്ളതാണ് എനിക്ക് കിട്ടും, വേറെ ആൾക്കാരാണെങ്കിൽ അയാൾക്ക് കിട്ടും. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ബേസിക്കലി എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് സന്തോഷത്തോടെ ജീവിക്കുക. എനിക്കിങ്ങനെ ഉള്ളിൽ ടെൻഷൻ വെച്ച് ചിരിക്കാൻ എനിക്കറിയില്ല. ടെൻഷൻ വന്നതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയുമോ? കുറേ ഫുഡ് കഴിക്കും. ടെൻഷൻ വന്നാൽ ആദ്യം ചെയ്ത ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നോൺ സ്റ്റോപ്പ്. പലർക്കും പറ്റാത്തത് ടെൻഷൻ വന്ന് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ ടെൻഷൻ വന്ന ഫുഡ് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. നോൺ സ്റ്റോപ്പായിട്ട് ഞാൻ ഫുഡ് കഴിച്ചാൽ അവർക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് എന്തോ ടെൻഷൻ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഞാനപ്പോൾ എനിക്ക് അങ്ങനെ വന്നിട്ടാണ് എനിക്ക് വണ്ണം വെക്കും. അപ്പോൾ അതെനിക്കറിയാം. ആളുകൾ മോശം സമയത്ത് അല്ലെങ്കിൽ ടെൻഷൻ വരുന്ന സമയത്ത് ശരീരം നന്നാവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ തിരിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞാൻ തന്നെ എന്നെ വണ്ണം വെപ്പിക്കണോ? ടെൻഷനായിട്ടിരിക്കണല്ലോ നല്ലത്. അത്ര വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറുമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളെ ചെലവിന് അനുസരിച്ച് ഇപ്പോൾ സിനിമയിലൊക്കെ എന്തെങ്കിലും വേഷം വന്നിട്ട് കുറച്ചും കൂടി തടിയുള്ള ക്യാരക്ടറാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ കുറച്ച് ടെൻഷൻസ് ഒക്കെ ലൈഫിൽ ഉണ്ടായാൽ മതി അല്ലേ? തടിയൊക്കെ ഓട്ടോമാറ്റിക്കലി ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ തടി വെക്കാൻ നോക്കും. ടെൻഷൻ വന്ന് ഓട്ടോമാറ്റിക്കലി ഫുഡ് കഴിച്ചോളൂ എന്ന് പറഞ്ഞ പോലെ. ഇല്ലില്ല, തടിയൊക്കെ അപ്പോൾ തടി വെക്കാൻ വേണ്ടി ഫുഡ് കഴിക്കും. ഈ എപ്പോഴെങ്കിലും വേഷം ഭയങ്കര മികച്ച വേഷമാണ് അല്ലെങ്കിൽ എപ്പോഴും അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ സംസാരിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ എപ്പോഴെങ്കിലും ക്രൂ മെമ്പേഴ്സിൽ ചിന്തിക്കുകയാണ് അവർ നീലു എന്നുള്ള ക്യാരക്ടർ ഭയങ്കര രജിസ്റ്റേർഡ് ആണ്, ഒരു 8-9 വർഷങ്ങളായിട്ട് മലയാള പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ സ്ക്രീനിൽ വരുമ്പോൾ നിഷ സാരംഗ് എന്നൊരു ക്യാരക്ടർ ചെയ്താലും ആളുകളിലേക്ക് ചിലപ്പോൾ നീലു പെട്ടെന്ന് കയറി വന്നേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ വേഷങ്ങളുണ്ടോ? അതെൻ്റെ കുഴപ്പമില്ലല്ലോ. പക്ഷെ എന്നെ കണ്ടുകൊണ്ട് ഒരാൾ എനിക്കൊരു കഥാപാത്രം തരരുതും, ആ കഥാപാത്രത്തെ കണ്ടുകൊണ്ടാണ് എനിക്കൊരു കഥാപാത്രം തരാൻ. ഓക്കെ, അല്ലേ? എന്നെ കണ്ടുകൊണ്ടല്ലോ എനിക്കൊരു കഥാപാത്രം തരാൻ. ആ കഥാപാത്രത്തെ കണ്ണിൽ കണ്ടുകൊണ്ട് എനിക്കൊരു കഥാപാത്രം തന്നാൽ അത് എന്ത് ചെയ്താലും ഓക്കെ ആയിരിക്കും അല്ലേ? ഏതൊക്കെ കുറേ കൂടി ശരി, നമ്മളുടെ വ്യക്തി കണ്ട് ഇത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ചെയ്യാൻ നിഷ സാരംഗ് നല്ലതായിരിക്കും, ഏതാ കുറേ കൂടി നല്ലതേതാ? അല്ല, ഒരു കഥാപാത്രം എഴുതി വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് ഞാൻ ചെയ്താൽ അത് ശരിയാവുന്നത് അപ്പം അത് എന്നെ കണ്ടോണ്ടല്ലേ എഴുതുന്നത്. നമുക്ക് ഇപ്പോൾ അടുത്ത് പറഞ്ഞ മാതിരി നമുക്ക് ഈ അടുത്ത് കളങ്കാവലിൻ്റെ ഒരു പ്രൊമോഷൻ റിവ്യൂയുടെ ഭാഗമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുതുന്ന സമയത്ത് അത് എന്നെ കണ്ട് എഴുതരുത് കഥാപാത്രം, അപ്പം പിന്നെ ഞാൻ എൻ്റെ എവിടേക്കോ അതിൽ അല്ലേ അതിൻ്റെ ഭാഗമാവെന്ന് പറഞ്ഞ പോലെ. അതെ അതെ, നല്ല വാക്കുകളാണ്. നല്ല വാക്കാണ് ശരിക്കും. നമ്മളെ കണ്ടുകൊണ്ട് എഴുതുമ്പോൾ നമ്മളായിരിക്കുമല്ലോ അത് അല്ലേ? നമ്മളിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനറിസങ്ങൾ തന്നെയായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതെ, ആ സമയത്ത് അവർ ഒരു കഥാപാത്രം എഴുതിയിട്ട് നമ്മളോട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഉണ്ട് അങ്ങനെ ശരിക്കും ഒരു മാറ്റം വന്നു. ഇപ്പോൾ സിനിമയിൽ ചിലപ്പോൾ ഒരു 2-2.5 മണിക്കൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു 40-50 ദിവസം നടക്കുന്ന ഒരു ഷൂട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരു ക്യാരക്ടർ നിൽക്കുന്നത്. ഇപ്പോൾ ഉപ്പുമുളക് വന്ന സമയത്ത് ഒരു 8-9 വർഷമായിട്ട് ഇത്രയും ദിവസങ്ങൾ ഇത്രയും മണിക്കൂറുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, റിപ്പീറ്റ് വാല്യൂവിൽ ഇത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വേഷത്തിന് വല്ലാത്തൊരു വലുപ്പമുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും കാലം ഇത് വിടാതെ നിൽക്കും വേണം എന്നുള്ളത്. ഇപ്പോൾ സ്വന്തമായിട്ട് അതിലൊരു ഇംപ്രൈസേഷൻ കൊടുത്തുള്ളത് ഏത് പോയിന്റിലായിരിക്കും ആ ക്യാരക്ടറിന്? എപ്പോഴും അതിനകത്ത് ഇംപ്രൈസേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാ പോയിന്റിലും ഉണ്ടത്. കാരണം അത് തുടക്കം മുതലേ തുടങ്ങിയ 1-2 ദിവസങ്ങളിലാണ് നമ്മൾ ചെയ്യാത്തൊരു കഥാപാത്രം എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഒരു സ്റ്റാർട്ടിങ് എപ്പോഴും ഉണ്ടാവുമല്ലോ ഒരു പ്രശ്നം. പിന്നെ അതിനുശേഷം നമുക്കത് പതുക്കെ ഗ്രാജുവലി കുറേ ദിവസങ്ങൾ കൊണ്ട് അത് ശരിയായി വരികയാണ്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെതായ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഈ നീലു ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ആ ഓട്ടവും ചാട്ടവും അതൊക്കെ ഞാൻ എൻ്റെ ലൈഫ് തന്നെയാണെന്ന് തോന്നുന്നു. കൂടുതലും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ആ ദേഷ്യം അത് അത്രയും ദേഷ്യവും ഇതൊന്നും വീട്ടിൽ കാണിക്കേണ്ടി വരാറില്ല, കാരണം തിരിച്ചിങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് വീട്ടിൽ കിട്ടും. അവിടെ കുറേ കൂടി ഉപ്പുമുളക് സെറ്റിൽ ശരിക്കും അമ്മയാണ് എന്നുള്ള സ്വാതന്ത്ര്യത്തിൽ ഇങ്ങോട്ട് പെരുമാറിയിട്ടുള്ളത് ആരാ ശരിക്കും അതിൽ? മക്കളിലെ എല്ലാവരും അങ്ങനെ തന്നെ, കുറേ കൂടി ആ സ്വാതന്ത്ര്യം തിരിച്ചെടുത്ത് സംസാരിച്ചുള്ളത് എല്ലാവരും അങ്ങനെ തന്നെയാണ്, ആണ് ഒരേപോലെ ഓരോ കഥാപാത്രങ്ങൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ അമ്മ മക്കൾ എന്നുള്ള രീതിയിൽ കുറേ കൂടി കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് ആരായിട്ടായിരുന്നു?
എനിക്കെല്ലാവരും ഒരുപോലെ തന്നെയായിരുന്നു. ഇത് നിഷ്പക്ഷത പിടിക്കുന്നതാണ്. ഇല്ല, എനിക്കെല്ലാവരും ഒരുപോലെ തന്നെയായിരുന്നു. ആ പിന്നെ പാറുവിനോട് ആ അതുണ്ട്. അതെ അതുണ്ട്. അതെന്ന് വെച്ചാൽ കുഞ്ഞിലെ കയ്യിൽ കുഞ്ഞിലെ വന്നതുകൊണ്ട് തൊട്ട് ആ ഒരു ഇത് വന്നതല്ലേ. എപ്പോഴും ഉണ്ട്. എനിക്കൊന്ന് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നതല്ല. അപ്പൊ ആ ഒരു ഇത് എന്തായാലും എപ്പോഴും വേറെ ആരിലും ഇല്ലാത്തത് ഉണ്ടാവും, ഉറപ്പാണ്. ശരിക്കും തോന്നുന്നു വന്ന് ജനിച്ച് കാണുന്ന മുഖങ്ങൾ കൂടുതൽ അല്ലെ, വീട്ടുകാർ കാണുന്ന ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. ആ വളർച്ചയുടെ ഘട്ടത്തിൽ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടായത് ശരിക്കും എന്തായിരിക്കും? ആ വളർച്ച എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. അത് പാരൻസ് ആയിട്ട് തന്നെയാണ് കാണുന്നതും. ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരു അമ്മ മൊമെന്റ് പോലെ എന്തെങ്കിലും പാറുവിൻ്റെ ഇത് ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ അത്. എപ്പോഴും ആ പാറു അങ്ങനെ തന്നെയല്ലേ പെരുമാറുന്നത്. അപ്പൊ അതുകൊണ്ട് അത് സെറ്റിൽ അല്ലാത്ത സമയത്തും എപ്പോഴും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. ഉണ്ട്. ചിലപ്പോഴൊക്കെ കയ്യിലിരുന്ന് ഉറങ്ങിപ്പോവും സീനിലാണ്ട് അവർ കൊണ്ടു കൊടുക്കും, എടുത്ത് ഉറക്കും. ചിലപ്പോൾ ഫുഡ് കൊടുക്കാൻ പോകുമ്പോഴായിരിക്കും നമ്മളിവിടെ സീനിൽ വിളിക്കണം. അപ്പോൾ അതിൽ ഞാൻ സീനിൽ തന്നെ ഫുഡ് കൊടുക്കും. അങ്ങനെ തന്നെ ഫീഡ് ചെയ്ത് അങ്ങനെയൊക്കെ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ കേസ് പറഞ്ഞ പോലെ ഈ കമന്റിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ കേട്ടുള്ള സാധനം കേശുവിനാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത്. പ്രായത്തിൽ കൂടുതൽ പക്വത, അവൻ്റെ മീശ, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക്. ഇപ്പം ശരിക്കും ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണോ, അങ്ങനെ തന്നെയാണോ കുറച്ചും കൂടി കേശു സംസാരിക്കുന്നത്? ഭയങ്കര അവൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഭയങ്കര പക്വതയോടെയാണല്ലോ. ഉണ്ട്, അത് കുഞ്ഞിലോട്ടെ പക്വത ഉണ്ട് എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ തന്നെയാണ് എടുത്ത് സംസാരിക്കുന്നതും കാര്യങ്ങളും എന്നുള്ളത്. ഉപ്പും മുളകിൽ ഇത്രയും വർഷത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യം എന്തായിരിക്കും ഉണ്ടായിരുന്നൊരു കാര്യത്തിൽ? പാറു തന്നെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ആൻഡ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അമ്മ വേഷങ്ങളിലേക്കാണ് കുറേ കൂടി ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടു. എന്തുകൊണ്ട് ശരിക്കും അങ്ങനൊരു തീരുമാനം? അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞു അങ്ങനെ. അമ്മ വേഷങ്ങളെ എനിക്ക് കൂടുതൽ കിട്ടുള്ളൂ. അല്ല, കംഫർട്ട് നോക്കിയിട്ടല്ല, അമ്മ വേഷങ്ങളെ ഈ ഒരു ഏജിൽ എന്തായാലും കിട്ടുള്ളൂ. പിന്നെ അതിനപ്പുറം കഥാപാത്രങ്ങൾ കിട്ടിയാൽ ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെയൊന്നുമില്ല, അമ്മ വേഷങ്ങൾ മാത്രം കിട്ടണമെന്നല്ല. ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു തല്ലിപ്പൊളി കഥാപാത്രം കിട്ടിയാൽ അത് ചെയ്യാൻ തയ്യാറുണ്ട്. വേഷങ്ങളിലെ ഭയങ്കരമായിട്ട് സെലക്റ്റീവായിട്ട് മാറിയിട്ടില്ല. വേഷങ്ങളിൽ സെലക്റ്റീവ് ആവാൻ നോക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയി കിട്ടണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അത് കിട്ടാതെ നമ്മൾ കിട്ടണമല്ലോ. അതെ. മധുരക്കണക്കിൽ പറഞ്ഞ പോലെ എല്ലാവരും പറയാറുണ്ട് മധുരപ്രതികാരം എന്നാണ് പറയാറുള്ളത് അല്ലേ. ഇത് ഭയങ്കരമായിട്ട് മധുരക്കണക്കാണ് സിനിമ കണക്ട് ചെയ്തിരിക്കുന്നത്. ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മധുരമായിട്ടുള്ള ഒരു സാധനം, ഒരു കണക്ക് എന്തായിരിക്കും? ജീവിതത്തിലുണ്ടായിരുന്ന ഒരു കാൽക്കുലേഷൻ ഏറ്റവും ഭംഗിയായി നടന്നുള്ളത് എന്തായിരിക്കും? ഭംഗിയായി നടന്നതോ? എല്ലാം ഭംഗിയായിട്ട് നടന്നതിനാണ് ഒരു കാൽക്കുലേഷൻ. അങ്ങനെയല്ല, ഇപ്പോൾ വീട് വെക്കുന്നത് ഞാൻ ചിന്തിച്ചതിനേക്കാൾ നല്ല രീതിയിൽ വെക്കാൻ പറ്റി. മോളുടെ കല്യാണം ഞാൻ ചിന്തിച്ചതിനേക്കാൾ ഞാൻ ചിന്തിച്ചതിനേക്കാൾ ഭംഗി. ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും ചെറുതായിട്ടേ ചിന്തിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചതിനേക്കാൾ നല്ലതായിട്ട് അത് ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം പേരക്കുട്ടി തന്നെയാണ്. ആണ്. ഇത് ഇപ്പം ഈ മറ്റേ ഉപ്പളയിലും പറഞ്ഞ പോലെ തന്നെ ഇത് പിള്ളേര് വലുതാവുന്നുണ്ട്, അമ്മ വലുതാവുന്നില്ല എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ അങ്ങനെ തന്നെ മക്കളായി, മക്കൾ വലുതായി, ഇപ്പൊ പേരമക്കളായി, അമ്മാമ്മയായി അല്ലേ, വാക്കുകൾ കൂടെ പറയും. പക്ഷെ നമ്മളിപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അല്ലേ. പിന്നെ അല്ലാതെ അപ്പോൾ യെസ്. അപ്പോൾ ഇതിനൊപ്പം തന്നെ ഇനി തിരശ്ശീലകളിലും കുറേ വേഷപ്പകർച്ചകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ്. മധുരക്കണക്ക് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തരം പ്രേക്ഷകർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതിലെല്ലാ തരം ക്യാരക്ടറുകൾക്കും ബന്ധപ്പെട്ട് കിടക്കാൻ പറ്റുന്ന സംഭവങ്ങൾ കൂടിയാണ്. നമ്മുടെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ മധുരക്കണക്ക് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലേ, കാണേണ്ട ഒരു പടം തന്നെയാണ്. കാരണം നമ്മളെയൊക്കെ ലൈഫിൽ ഇപ്പോൾ എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളെ കയ്യിൽ ഇല്ലാത്തത് നമ്മൾ ഒപ്പിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധി ഒരു വല്ലാത്തതാണ്. അത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പഠിക്കുകയാണ്. അതിന് കാരണക്കാരായിരുന്നവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല ആ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നുള്ളതാണ്. അയ്യോ, പല പാരൻസും അങ്ങനെ അനുഭവിക്കണില്ലേ അല്ലേ. വീട് വിറ്റിട്ടൊക്കെ നടത്തണില്ല മക്കളുടെ കല്യാണം ആൾക്കാര്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് നമ്മൾ ലോൺ എടുത്ത് ചിലപ്പോൾ വീട് വെക്കുന്ന ലോൺ എടുക്കും. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ നല്ല ബോൾഡാ, അതാണ് ഒരു ധൈര്യം. അതെ, കുറച്ചുകൂടെ തിരിച്ചറിവുകളിലേക്ക്. പിന്നെ പെൺകുട്ടികൾ നല്ല അടിപൊളിയാണ് ഇപ്പോൾ. അവര് അങ്ങനെയുള്ള കല്യാണം അവർക്ക് വേണ്ടെന്നേ. ആ തീരുമാനം എടുക്കാൻ അവർ പ്രാപ്തരായിട്ടുണ്ട്. ഇല്ലേ? പിന്നെ ഇപ്പൊ അല്ല നിങ്ങളൊക്കെ സൂക്ഷിച്ചു, പെണ്ണ് കിട്ടാൻ പാടായിരിക്കും. പെട്ടെന്നൊന്നും കിട്ടാതിരിക്കട്ടെ. ഇപ്പൊ ഏതൊക്കെ എവിടെയോ എന്താണ് ഇങ്ങനത്തെ എവിടേക്കോ പറയാനുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ മര്യാദക്കൊക്കെ ജീവിച്ച പെണ്ണ് കിട്ടും അല്ലേ. മര്യാദക്കൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ചെക്കനും കിട്ടും, അതുകൂടെ പറയണം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ആവണോണ്ടാണ് അവരങ്ങനെ ആവണം. അവരെ പറഞ്ഞ കാര്യം അതെ, എവിടേക്കും ഒരു ഫെമിനിസ്റ്റ് ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഫെമിനിസ്റ്റ് ഒന്നല്ല, നേരെ തിരിച്ചില്ല, രണ്ട് വശങ്ങളും ഇല്ലേ. ശരിക്കും പെൺകുട്ടികളെ എന്താണ് സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവന്റെ സെൽഫിഷ്, അവന്റെ സന്തോഷത്തിന് വേണ്ടി ഉപദ്രവിക്കുക,
കളിക്കുക, ആരും ആരുടെ അടിമയൊന്നും അല്ലല്ലോ അതെ അതെ അല്ലേ. രണ്ടുപേരും ഒരുമിച്ച് കൈ ചേർത്ത് പിടിപ്പിക്കുന്നത് എന്തിനാ? ഒരു കുടുംബം, പുതിയതായിട്ടൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. ആ കുടുംബം ഉണ്ടാക്കുന്നതിന് പകരം അവിടെ അടിപിടിയും കൊലപാതകവും നടക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ലല്ലോ അവരുടെ പാരൻസിന്. പക്ഷെ അതിൻ്റെ ഒപ്പം വളരെ ഇപ്പം മെജോറിറ്റി അങ്ങനെ പറയുമ്പോഴും അതിൻ്റെ ഒപ്പം അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു ബോധപൂർവമായിട്ടൊരു ഗാർഹികപീഡനം ഉണ്ടാകുന്നുള്ളൊരു പ്രശ്നം ഉണ്ടാക്കി സൃഷ്ടിക്കുക, അതിന്റെ പേരിൽ അവരുടേതായിട്ടുള്ള ജീവിതം തിരഞ്ഞെടുക്കാൻ പോകുന്നവരും അതിന്റെ ഒപ്പം നടക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞിട്ടും അങ്ങനെ അല്ലാതെ മാറി ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ നമ്മളെ മധുരക്കണക്കിലെ ഒരു കാര്യം തന്നെ, ഭാര്യ വീട്ടിൽ നിന്നിട്ട് ചോറും കറിയും വെച്ച് മക്കളെ നോക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അത് വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ആ അച്ഛനെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് വീട്ടിലെ കണക്കുകളെല്ലാം അല്ലേ, ഓരോന്നിനും കാൽക്കുലേഷൻ അദ്ദേഹത്തിന്, കണക്ക് മാഷിനെ. ആ അച്ഛനും മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ? മര്യാദക്ക് ഉറങ്ങിയിട്ടുണ്ടാവോ? ഇതൊന്നും അമ്മയ്ക്കോ മക്കൾക്കോ തലവേദന വരുന്നത് അവിടെയാണ്, അപ്പോഷനാണ് ശരിക്കും. അത് മിക്ക കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ രണ്ടുപേരും ജോലി ചെയ്യുന്ന കുടുംബങ്ങളിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഒരാൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന കുടുംബങ്ങളിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അതൊരു വലിയ ഘടകം തന്നെയാണ്. അവർക്ക് രാത്രി ഉറക്കം പോലും ഉണ്ടാവില്ല. നമ്മുടെ ലൈഫ് മുഴുവനും കണക്കാണല്ലോ. കണക്കിൽ നിന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത്, കണക്ക് കൂട്ടലുകളിൽ. അതുകൊണ്ട് മധുരക്കണക്ക് അതൊരു കണക്കാണ്. പല കണക്കൂട്ടൽ തെറ്റുന്നതിന്റെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ക്ലൈമാക്സ് ആണ്. പക്ഷെ മുമ്പ് പറഞ്ഞ മാറ്റം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ തന്നെയായിരുന്നു? ഇങ്ങനെ തന്നെയായിരുന്നു ക്ലൈമാക്സ്. അടിപൊളി ക്ലൈമാക്സ് മാത്രമല്ല, നമ്മള് പല ആൾക്കാരും അത് കാണുമ്പോൾ അവരുടെയൊക്കെ ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രങ്ങളാണ് മൊത്തം. പഠിപ്പിച്ചിരുന്ന കുട്ടികൾ പോലും അതൊക്കെ ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതിൽ ഇപ്പോൾ എവിടേക്കോ പറയുന്നൊരു കാര്യമുണ്ട് എന്നുള്ള രീതിയിലേക്ക്. അതിൽ നിർമ്മൽ പാലാഴി ചെയ്ത ക്യാരക്ടറാണെങ്കിൽ പോലും ഇതേപോലെ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് ആരൊക്കെ ആവും തോന്നും, ഒന്നുമില്ലാതായി പോകുന്ന കഥാപാത്രങ്ങളും ഉണ്ട് അല്ലേ. ഒരു സൊല്യൂഷൻ ആവുമെന്ന് ചിന്തിക്കുമ്പോൾ മിഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, മിഡിൽ നിൽക്കുന്ന ആൾക്കാർ ആരും ശ്രദ്ധിക്കാറില്ല, ഒരു ന്യൂട്രൽ മനോഭാവം ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ തരം പ്രേക്ഷകരിലേക്കും കണക്ട് ചെയ്യിക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പൊ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് കണക്റ്റഡ് ആണ്, മിഡിൽ നിൽക്കുന്ന ആൾക്ക് കണക്റ്റഡ് ആണ്, ലാസ്റ്റ് താഴെ നിൽക്കുന്ന ആൾക്ക് കണക്റ്റഡ് ആണ് അല്ലേ. എല്ലാവരും അതാ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഗുണമാണ്. അത് ആ കഥ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അല്ലേ. അത് എല്ലാ കാലഘട്ടത്തിലും ഇത് പ്രസക്തമായിട്ടുള്ള ഒരു പ്രമേയമാണ്. അതാണ്, ഏത് കാലഘട്ടത്തിൽ പോലും ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റും അല്ലേ, മനസ്സിലാവാനും പറ്റും. സിമ്പിൾ പടമാണ്. അപ്പോൾ ഇതേപോലെ കുറേ വേഷപ്പകർച്ചകൾ ഇനി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.